ഇങ്ങനെ വെറും കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിറവയ്ക്കും എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കൈകാലുകളിൽ വരുന്ന കറുപ്പ് മാറാൻ കഞ്ഞിവെള്ളം കൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാലുകൾക്ക് പുറത്തേക്ക് പോയി വരുമ്പോൾ വെയിലൊക്കെ കൊണ്ട് കറുപ്പ് കളറുണ്ടാവും. എൻ്റെ കാലിൽ ചെരുപ്പിൻ്റെ വള്ളി വരുന്ന ഭാഗത്ത് ഒരു കളറും ബാക്കിയുള്ളിടത്ത് കുറച്ച് ഡാർക്ക് കളറുമായിരുന്നു. ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ വെച്ച ശേഷം ഡാർക്ക് കളറൊക്കെ മാറിയിട്ട് മുഴുവനായിട്ട് ഒരേ കളറിലേക്ക് വന്നു. അതുപോലെ സ്ത്രീകൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് അടുപ്പിൽ നിന്ന് ചൂടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൈക്കൊരു കറുപ്പ് കളർ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ആ കളറൊക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ പ്രായമൊക്കെ ആവുന്നതിനനുസരിച്ചിട്ട് കാലുകളുടെയും കൈകളുടെയൊക്കെ കളർ കുറഞ്ഞു വരും. ഇതിനൊക്കെ ഇത് നല്ലൊരു ട്രിക്കാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം വേണം. ഈ ചോറ് വാർത്ത കഞ്ഞിവെള്ളം മുഴുവനായിട്ടും തണുത്തു പോകാതെ ഒരു ഇളം ചൂട് വേണം. അതുപോലെ കഞ്ഞിവെള്ളം നല്ല കട്ടി വേണമെന്നൊന്നുമില്ല, ഒരു മീഡിയം കട്ടി ഉണ്ടായിരുന്നാലും മതി. ഇളം ചൂടുവെള്ളം വേണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് കൈകളാണ് ഇറക്കി വയ്ക്കുന്നതെങ്കിൽ 15 മിനിറ്റ് മുക്കി വയ്ക്കുക. അതല്ല കാലുകളാണ് വെക്കുന്നതെങ്കിൽ കാലുകൾ ഇറക്കി വയ്ക്കാം. ഇനി കൈകൾ ഇറക്കി വെച്ച് 10 മിനിറ്റ് വെച്ച ശേഷം കാലുകൾ ഇറക്കി വെച്ചാലും മതി. പക്ഷേ വെള്ളം ഇളം ചൂടും ഉണ്ടായിരിക്കണം. ഇങ്ങനെ 15 മിനിറ്റ് ഇറക്കി വെച്ച ശേഷം നല്ലപോലെ കൈയും കാലും കഴുകിയിട്ട് കയ്യിലെയും കാലിലെയൊക്കെ വെള്ളം തുടച്ച് കളയാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി 2 ദിവസമോ 3 ദിവസമോ വെച്ചാൽ കളർ വയ്ക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരാഴ്ച വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ കൂടുതൽ വയ്ക്കുന്നതനുസരിച്ചിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കളർ വയ്ക്കുന്നതൊക്കെ അധികം നിലനിൽക്കില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണയാണ് കളർ ചേഞ്ച് ആയിട്ട് വരിക. അപ്പോൾ ഇത് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്ന് സാവധാനത്തിലല്ലേ മാറി വരിക, അതുപോലെ തന്നെ ഇതിനും ചേഞ്ച് ഉണ്ടാവും. ഇനി നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മാറ്റങ്ങൾ മനസ്സിലാവും. അങ്ങനെ കൂടുതൽ ആഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പറ്റുന്നവരൊക്കെ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സാധാരണ പറയാറുള്ള പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.